ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഇടുക്കിയിൽ കല്ലാർകുട്ടി ഡാം തുറന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണുന്നത്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലൊക്കെ നല്ല മഴയായിരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് കല്ലാർകുട്ടി ഡാം ഇപ്പോൾ തുറക്കേണ്ടി വന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പാംപ്ല ഡാം കൂടി ഒരുപക്ഷെ തുറന്നേക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാം. ഇടുക്കിയിൽ ഇപ്പോൾ ശക്തമായ മഴയാണ്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഈ കല്ലാർകുട്ടിയാണല്ലോ തുറന്നിരിക്കുന്നത് അല്ലേ? ഉമേഷ്, കല്ലാർകുട്ടി ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ ഈ ഹൈറേഞ്ച് മേഖലയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു. കല്ലാർകുട്ടി ഡാമിന്റെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് ജലനിരപ്പ് ഉയരുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകിട്ട് മുതൽ ഈ ഷട്ടറുകൾ തുറന്ന് കല്ലാർകുട്ടി ഡാമിലെ വെള്ളം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഷട്ടർ തുറന്നിരിക്കുന്നത്. മുതിരപ്പുഴയാറിലേക്കാണ് വെള്ളം ഒഴുക്കി വിടുന്നത്. ആദ്യം ഒരു ഷട്ടർ അരയടി തുറന്നാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നത്. എന്നാൽ അതിശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ 3 ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് 90 സെന്റിമീറ്റർ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത്. മുതിരപ്പുഴയാറിലേക്കാണ്. പാമ്പള ഡാമിന്റെ ഷട്ടറുകളും തുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളതാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ജാഗ്രതയാണ് ഈ തീരത്തുള്ളവർ പാലിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, രാഹുൽ, ഇപ്പോൾ ഈ മഴയ്ക്ക് ശമനമായിട്ടുണ്ടോ? ഈ പാംപ്ല ഡാം കൂടി തുറന്നേക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ രാഹുൽ. ഉന്മേഷ്, മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് മഴയ്ക്ക് ശമനമുണ്ട്. ഡാം തുറന്നിരിക്കുന്ന ഷട്ടറുകളുടെ സമീപത്തും മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ മൂന്നാർ മേഖലയിൽ അങ്ങനെയല്ല. മൂന്നാറിൽ അതിശക്തമായ മഴയുണ്ട്. നമ്മൾ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുന്ന സമയത്താണെങ്കിൽ പോലും മുതിരപ്പുഴയാറിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ കുത്തൊഴുക്കുണ്ടായിരുന്നു. ആ വെള്ളമെല്ലാം ഇങ്ങോട്ടേക്കാണ് എത്തേണ്ടത്. ഈ കല്ലാർകുട്ടി ഡാമിലേക്കാണ് സംഭരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടുതൽ ശക്തമാകാനും അതുപോലെ തന്നെ കൂടുതൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ ഭാഗത്തും മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഈ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. മഴ ഈ പ്രദേശത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റ് മൂന്നാർ മേഖലയിൽ ഉൾപ്പെടെ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. ഇടവിട്ടാണ് പെയ്യുന്നെങ്കിൽ പോലും അതിതീവ്ര മഴയാണ്. മൂന്നാറിൽ രാവിലെ മുതൽ തന്നെ തുടങ്ങിയ മഴ തോരാതെ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് വരും മണിക്കൂറുകളിലും കൂടുതൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഷട്ടർ കൂടി തുറക്കാനുള്ളൊരു തീരുമാനം എടുത്തേക്കാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നിലവിൽ ഒരാശങ്കപ്പെടേണ്ട അളവിലേക്ക് മുതിരപ്പുഴയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതായത് ഡാമിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് ഒരു ആശങ്കപ്പെടേണ്ട അളവിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ മഴ കൂടുതൽ കനത്താൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തീരുമാനിച്ചാൽ ഒരൽപ്പം ജാഗ്രത പാലിക്കണം. തീരത്തുള്ളവർ മാറി താമസിക്കണമെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്യണം. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ അനാവശ്യമായിട്ട് പുഴയിലേക്ക് ഇറങ്ങാനോ മീൻ പിടിക്കാനോ അത്തരം നടപടികൾക്കൊന്നും പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഈ ഷട്ടറുകൾ തുറക്കാൻ അനുമതി കൊടുത്തപ്പോൾ അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഒരു കാരണവശാലും നാട്ടുകാർ പോകരുത്. അങ്ങനെ പോകാനുള്ള സാധ്യതയില്ല. കാരണം ഈ ഷട്ടർ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഈ തീരത്തുള്ളവർക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതിൻ്റെ മുൻകരുതലുകളൊക്കെ ആ നാട്ടുകാർ എടുക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. മഴ ഒരല്പം മാറി നിൽക്കുന്നത് കൊണ്ട് ഈ ഒരളവിൽ തന്നെ ആയിരിക്കും വെള്ളം പുറത്തേക്ക് ഒഴുകുക. ജലനിരപ്പ് ക്രമീകരിക്കാൻ ഈ ഒരളവിൽ പുറത്തേക്ക് ഒഴിക്കാൻ മതി എന്നുള്ളതായിരിക്കാം കല്ലാർകുട്ടി ഡാമിൻ്റെ അധികൃതർ കരുതിയിരിക്കുന്നതും. എന്തായാലും പാമ്പള ഡാമിൻ്റെ ഷട്ടറുകളും കൂടുതൽ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. കാരണം ഈ വെള്ളം ചെല്ലുന്നത് പെരിയാറിലേക്കാണ്. പെരിയാറിൻ്റെ കുറുകെ തടഞ്ഞു കെട്ടിയിരിക്കുന്ന അണക്കെട്ടാണ് പാമ്പള. അതുകൊണ്ട് തന്നെ പാമ്പളയും പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തിയിരുന്നു. ജലനിരപ്പ് ക്രമീകരിക്കാൻ ഈ എത്തുന്ന വെള്ളം ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടി കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ലോവർ പെരിയാറിൻ്റെ ഭാഗത്തുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. രാഹുൽ വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കല്ലാർകുട്ടി ഡാം തുറന്നിരിക്കുന്നു. കണ്ണൻ പറയുന്നത് ഡാമും തുറന്നു, നന്നായി, ഇനി എന്താകുമോ ആവോ, ഒന്നും ആകാതിരിക്കാനാണ് ഡാം തുറന്നത് എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. കണ്ണ, ഇതിൽ അവധി ചോദിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ അവധി വേണ്ട എന്ന് പറഞ്ഞുള്ള പ്രതികരണങ്ങൾ മറുഭാഗത്ത് വരുന്നുണ്ട്. ഇത് മൺസൂൺ കാലം, മഴയൊക്കെ സ്വാഭാവികം, മഴ അനിവാര്യമാണ് എന്ന് വെച്ച് പഠനം നിർത്തിവെക്കാൻ പറ്റില്ല എന്നാണ് CS എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം വരുന്നത്.